വയനാട് കേണിച്ചിറയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം മൂന്നാം ദിവസമായ ഇന്നും തുടരും. കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ശക്തമാക്കി. മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിൽ നിന്ന് അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട്. അനഘ, ഇന്ന് എന്തൊക്കെ നടപടികളാണ് വനം വകുപ്പ് ആലോചിച്ചിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ കടുവ വീണ്ടും പ്രദേശത്തെ മറ്റൊരു പശുവിനെ കൊന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മറ്റൊരു പശുക്കിടാവിനെ ഈ കടുവ കൊന്നത്. തൊടുത്തിൽ നിന്നും ബഹളം കേട്ട് വീട്ടുകാർ ഒച്ചയിട്ടതോടെ കടുവ തോട്ടത്തിലേക്ക് മറയുകയായിരുന്നു. എന്തായാലും അതായത് കഴിഞ്ഞ ദിവസം കടുവ മറ്റൊരു പശുവിനെ കൊന്നിരുന്നു. അവിടെ നിന്നും കേവലം 500 മീറ്റർ മാറി ആണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഏതായാലും കടുവയെ പിടികൂടാൻ കെണി വെച്ച് കാത്തിരിക്കുകയാണ് വനപാലക സംഘം. ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തതുപോലെ തന്നെ കെണി വെച്ചല്ല ഈ കടുവയെ കൂട്ടിലാക്കേണ്ടത്, മറിച്ച് വനം വകുപ്പ് മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടികൂടണം എന്ന് ഇന്നലെ തന്നെ നാട്ടുകാരുടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ വനം വകുപ്പ് ഇത്തരത്തിൽ കെണി വെച്ച് കൂടുവെച്ച് ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കടുവയെ പിടികൂടാനുള്ള ശ്രമം ഇന്നലെയും ഇന്നുമായി തന്നെ ഊർജിതമായി നടക്കുകയാണ്. പക്ഷേ വനം വകുപ്പിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ മറ്റൊരു പശുക്കിടാവിനെയും ഇത്തരത്തിൽ കടുവ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും വനം വകുപ്പിന് നേരെയുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് രാവിലെയോടെ തന്നെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. വീണ, എന്തായാലും ഊർജിതമായ ശ്രമം തന്നെയാണ് വയനാട് കേണിച്ചിറയിൽ ഇപ്പോൾ കടുവയെ പിടികൂടാനായി ദൗത്യം നടക്കുന്നത്. മൂന്നാം ദിവസമായ ഇന്നും ഇതേ രീതി തന്നെ പിന്തുടരും. കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ശക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കൂടുതൽ വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് നൽകുകയായിരുന്നു അനഘ റീജ ഭരതൻ.